ചേട്ടാന്നാണ് അവരെല്ലാവരെയും വിളിക്കുന്നത്. അല്ല എടാ പോടാന്നൊന്നുമല്ല, പണ്ട് അങ്ങനെയല്ല. പഴയ കാലം എന്ന് പറയുമ്പോൾ അവർ ഈ തെറി വിളിച്ചാണ് സംസാരം. നല്ലതുമില്ല മോശമല്ല. മോശം എന്ന് പറയാനും പറ്റില്ല, നല്ലതാണെന്ന് ഒട്ടും പറയാൻ പറ്റില്ല. കാരണം മുമ്പ് ചിലപ്പോൾ ഒരു പൊളിറ്റിക്സിന്റെ ഇൻഫ്ലുവൻസ് കാരണമോ എന്തായാലും ജനകീയ പോലീസാണ്, യാതൊരു സംശയവും വേണ്ട. നമുക്ക് എന്ത് കാര്യങ്ങളും ഞാൻ എസ് ഐയുടെ അടുത്ത് ഡയറക്റ്റ് എസ് സർക്കിളിൻ്റെ അടുത്ത് നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. പിന്നെ ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ പേടി. ഇപ്പം നമുക്ക് സുരക്ഷിതയാണ്, എവിടെ ഇറങ്ങാനും എന്തിനും പോകാനും വരാനും ഒക്കെ നല്ല സുരക്ഷിതയാണ്. പോലീസിനെ അതിൻ്റെ വഴിക്ക് തന്നെ വിട്ട് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും വരില്ല. പിന്നെ പ്രാദേശികമായിട്ട് ചില നീക്കുപോക്കുകളൊക്കെ വരും. കാര്യം പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി വരികയാണെന്നുണ്ടെങ്കിൽ പോലീസുകാർ വെള്ളം കുടിക്കും. പിന്നെ പൊതുവേ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരു അഭിമാനകരമായ രീതിയിലുള്ള നേട്ടം കൈവരിച്ചിട്ടുള്ളവരാണ്. ചിലതൊക്കെ മണിക്കൂറിനകത്ത് വലിയ വലിയ കുറ്റകൃത്യങ്ങൾ പോലെ ഒരു തെളിവും കിട്ടാത്ത സമയത്ത് പോലും അവർ നന്നായിട്ട് കേസ് കൈകാര്യം ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ളതാണ്. പ്രതികളെ അപ്പോൾ പിടിച്ചിട്ടുണ്ട്. പിന്നെ കുറ്റകൃത്യങ്ങൾ ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുറ്റം ചെയ്യുന്നവരും പല രീതിയിലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പലരും കുറ്റം ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി ഇപ്പം പോലീസ് നല്ല രീതിയിൽ സൈബർ വിഭാഗം വഴി നന്നായിട്ട് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് ഒരു വലിയ നേട്ടം തന്നെയാണ്. പിന്നെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇടതുപക്ഷ സർക്കാരെന്നോ വലതുപക്ഷ സർക്കാരെന്നോ ഒന്നുമില്ല. എല്ലാവരും അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി പോലീസിനെ ശല്യം ചെയ്യുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. അതിപ്പം ആരും മോശക്കാരൊന്നുമല്ല. എന്നാലും പൊതുവേ തരക്കേടില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസാണ് അവർ കാഴ്ചവെക്കുന്നത്. പോലീസ് സ്റ്റേഷനുകൾ ജനസൗഹാർദ്ദമായി, പോലീസ് സ്റ്റേഷനുകളിലെല്ലാം ജനസൗഹാർദ്ദം തന്നെയാണ്. പിന്നെ അപൂർവം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പല തരത്തിൽ ഇപ്പോൾ നമ്മൾ നേരിട്ടൊരു പല പ്രശ്നങ്ങളിലും ചിലയിടത്തൊക്കെ പോലീസുകാർ കൂടുതൽ മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുന്നുണ്ട്. പക്ഷെ അതാ സ്ഥലങ്ങളിൽ പോയി ചെന്ന് നമ്മളൊരു കൂലങ്കഷമായിട്ടൊരു അന്വേഷണം നടത്തിയാലേ നമുക്കതിൻ്റെ സത്യാവസ്ഥ ശരിക്കും മനസ്സിലാക്കാൻ പറ്റൂ. പിന്നെ പോലീസുകാർ മനുഷ്യരാണ് എന്നുള്ളൊരു പരിഗണന നമ്മളെപ്പോഴും മനസ്സിൽ വെച്ചോണം എന്നേ ഉള്ളൂ. ഇല്ല, നേരത്തേനെക്കാട്ടി ഇപ്പോഴും നല്ല നടപടിയാണ്. അവർ ആൾക്കാരുടെയൊക്കെ നല്ല രീതിയിലാണ് പെരുമാറുന്നത്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ ചെന്നാൽ അവരൊരു മര്യാദയില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങൾ, തെറിയൊക്കെയാണ് വിളിക്കുന്നത്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ ചേട്ടാന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ മാറ്റമുണ്ട്, വളരെ മാറ്റമുണ്ട്. കുറ്റകൃത്യങ്ങളൊക്കെ തെളിയിക്കപ്പെടുന്നുണ്ടോ? ഓ, അവരെ കൊണ്ട് കഴിയുന്ന അവർ തെളിയിപ്പിക്കുക തന്നെയല്ലേ. നമ്മളിപ്പം പത്രത്തിലൊക്കെ ഓരോരോ ന്യൂസുകൾ കാണാനില്ലേ. അപ്പോൾ അവരെ കൊണ്ട് ഇപ്പം പുതിയതായിട്ടുള്ള പോലീസുകാരെല്ലാം നല്ല നടപടികളൊക്കെയാണ് ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ധൈര്യമായിട്ട് കയറി ചെല്ലാം. പണ്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നടയിൽ ചെന്ന് പാറാവ് നിൽക്കുന്ന ആളുടെയൊക്കെ കേൾക്കണം. അദ്ദേഹം പറഞ്ഞാൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് ചോദിക്കേണ്ട എന്താണ് ചേട്ടാന്ന്. ചേട്ടാന്നാണ് അവരെല്ലാവരെയും വിളിക്കുന്നത്. അല്ല എടാ പോടാന്നൊന്നുമല്ല, പണ്ട് അങ്ങനെയല്ല. എൻ്റെ കൊച്ചുനാളിലെ 10-20 വർഷത്തിന് 30 വർഷത്തിന് മുമ്പേ അവർ തെറിയൊക്കെയാണ് വിളിക്കുന്നത്. ചെന്നാൽ അതിൻ്റെ അകത്ത് കയറാനേ പേടിയാണ്. ഇപ്പോഴും അങ്ങനെയുള്ളൊരു ഇതൊന്നുമല്ല. നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അവരിങ്ങോട്ട് നമ്മളുടെയൊക്കെ കേൾക്കും. എന്ത് കാര്യം, എന്താണ് അവർ ഓരോരോ കാര്യങ്ങൾ നമ്മളുടെയൊക്കെ പറയുന്നത്. എന്താണ് ആവശ്യമുണ്ട്, ആളിനെ കാണേണ്ട, ഇന്നാരെ കാണണമെന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് കാണിച്ചു തരും. നമ്മളെ കാര്യങ്ങൾ അവർ പരിഗണിക്കും. പ്രത്യേകിച്ചൊരു കാര്യമെന്ന് പറയുമ്പോൾ പഴയ കാലമെന്ന് പറയുമ്പോൾ അവർ ഈ തെറി വിളിച്ചാണ് സംസാരം. ഇപ്പോഴങ്ങനെയല്ല, സൗമ്യമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. കാരണം ഞാൻ 1-2 നമ്മൾ പോയിട്ടുണ്ട്. ആദ്യകാലം മുതലേ അറിയാം. 10-40 വർഷത്തിന് മുമ്പേ സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്. പഴയ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാരേജിലാണ്, ട്രാൻസ്പോർട്ട് കാരേജിൻ്റെ എവിടെയാണ് പണ്ട് സ്റ്റേഷനിൽ ഇരുന്നത്. ആ കാലഘട്ടം മുതലേ കയറിയിട്ടുണ്ട്. ചെന്ന് കയറി കഴിഞ്ഞാൽ അവർ ആദ്യം തെറിയാണ് വിളിച്ചിട്ടാണ് കേൾക്കേണ്ടത് എന്താണെന്ന്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം ചെല്ലുമ്പോൾ ഒരു സൗമ്യമായിട്ട് ചേട്ടാന്ന് തന്നെ വിളിക്കുന്നത്. മുമ്പുണ്ടായിരുന്നതും ഇപ്പോഴും നമ്മൾ കേരള പോലീസിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നല്ല പെരുമാറ്റമാണോ അതോ മോശം പെരുമാറ്റമാണോ? നല്ല പെരുമാറ്റമാണ്. പേഴ്സണലായിട്ട് എനിക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പക്ഷേ പലരും പറയുന്ന കേട്ടിട്ട് മുമ്പുള്ളവരാണെങ്കിൽ ചിലപ്പോൾ കാര്യം അറിയാതെ പെട്ടെന്ന് പ്രതികരിക്കുന്നവരായിരിക്കും. പക്ഷേ ഇപ്പം വിളിച്ചിരുത്തി അത് കാര്യം എന്താണെന്ന് രണ്ട് സൈഡും കേൾക്കാനുള്ള മനസ്സ് കാണിക്കുന്നതായിട്ട് തോന്നാറുണ്ട്, പലരും പറയുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ട്. അങ്ങനെയാണ്. പൊതുവെ സ്ത്രീകൾക്ക് പോലീസുകാരോട് ഇടപെടാൻ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലാനും ഒക്കെ പേടി കാണും. ഇപ്പം ഇന്നത്തെ കാലത്ത് ഇതിന് മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം വന്നിട്ടുണ്ട്. കാരണം അവിടെ എപ്പോഴും നമുക്കൊരു ഫീമെയിൽ അവൈലബിൾ ആയിരിക്കും, ഫീമെയിൽ ഓഫീസർ. പിന്നെ നമുക്ക് ഒന്നെന്ന് പറയുമ്പോൾ നേരത്തെ ഒരു റഫ് ആൻഡ് ടഫ് ആയിരുന്നു. മീൻസ് അവർക്ക് ക്രൈം റേറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്തായിരുന്നാലും അവർക്ക് അങ്ങനെ പെരുമാറിയല്ലേ പറ്റത്തുള്ളൂ. പിന്നെ പക്ഷേ ഇപ്പം വന്നിട്ട് പൊതുവേ നല്ല രീതിയിലാണ് പെരുമാറ്റം എന്നാണ്. എന്ന് വെച്ചാൽ നമുക്ക് കയറി ചെല്ലുന്നതും കാര്യം എന്താണെന്ന് ചോദിച്ചു, അല്ല മറ്റേ ഒരു അധികാരത്തിൻ്റെ രീതിയിലോ പവറോ അങ്ങനെയല്ല, എന്താണ് നമ്മൾ പറയേണ്ടതെന്ന് കേട്ടിട്ടായിരിക്കും അവർ പ്രതികരിക്കുന്നത്. അതുപോലെ ഈ കുറ്റകൃത്യം കണ്ടുപിടിക്കുന്നതിന് മുൻപായിരുന്നോ കുറച്ചുകൂടെ പോലീസ് എഫിഷ്യൻ്റ് ആയിരുന്നു, അത് ഇപ്പോഴാണോ? നമുക്കത് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പം നമുക്ക് ടെക്നോളജി എല്ലാം ഫോറൻസിക്സിൻ്റെ ഇതെല്ലാം കൂടുതൽ നല്ല
അവൈലബിൾ ആയിട്ടുള്ള കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് അതങ്ങനെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. അന്ന് അവർക്കുണ്ടായിരുന്ന പരിമിതികൾ വെച്ചിട്ട് പോലും അവർ കണ്ടുപിടിച്ചു. ഇന്ന് അവർക്ക് കിട്ടുന്ന മറ്റ് DNA ടെസ്റ്റിങ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അവർ പരമാവധി നല്ല രീതിയിലാണ് കൊണ്ടുപോകുന്നത്. ഇറ്റ് മീൻസ് അന്ന് കുറച്ചുകൂടെ ദിവസം താമസിക്കുമെങ്കിൽ ഇപ്പോൾ മറ്റത് ചിലപ്പോൾ 1 മാസം എടുക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഇപ്പോൾ 2 ആഴ്ചയോ 1 ആഴ്ചയോ കൊണ്ട് നമുക്ക് തെളിയിക്കാനായിട്ട് പറ്റുന്നത്. അതുപോലെ മുൻപത്തേക്കാളും അപേക്ഷിച്ച് ഇപ്പം ഒരുപാട് പ്രമുഖരെ ശിക്ഷിക്കപ്പെടുന്നുണ്ട്, ജയിലിൽ കിടന്നു. ഇപ്പോൾ ദിലീപിൻ്റെ കേസാണെങ്കിലും മോൻസൺ മാവുങ്കൽ, രാഹുൽ മാവുങ്കൽ, അങ്ങനെയൊക്കെയുള്ള കേസ് നോക്കുമ്പോൾ പോലീസ് കൂടുതലും എഫിഷ്യൻ്റായിട്ട് ഇത്തരം കാര്യങ്ങളിൽ കുറ്റവാളികളെ പിടികൂടുന്നതിൽ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം മുമ്പ് ചിലപ്പോൾ ഒരു പൊളിറ്റിക്സിൻ്റെ ഇൻഫ്ലുവൻസ് കാരണമോ വേറെ എന്തെങ്കിലും കാരണമോ അവർക്ക് മീൻസ് അവരുടേതായിട്ടുള്ള എഫിഷ്യൻസി തെളിയിക്കാൻ പറ്റാതെ പിന്നോട്ട് പോകേണ്ടി വന്ന സാഹചര്യങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരങ്ങനെയല്ല. അവരുടെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അറിഞ്ഞ് അവരുടെ പവറിൽ നിന്നുകൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റുമോ ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. കുറേയൊക്കെ കാര്യങ്ങൾക്ക് അവർക്ക് ചിലപ്പോൾ അവരുടെയും കാലം മുകളിൽ അധികാരമുള്ളവരെ പേടിച്ചിട്ടെന്നല്ല, അവരുടെ ആ ഇൻഫ്ലുവൻസിൽ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം. പക്ഷെ എന്നാലും അവർ അവരുടെ കഴിവിൻ്റെ പരമാവധി തന്നെ ചെയ്യുന്നുണ്ട്. പോലീസ് ഇപ്പോഴും ജനകീയമാണ്. ആണ്. ശരി ചേച്ചി. സംശയൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇടിമുറിയായിരുന്നില്ലേ, ഇപ്പം മാന്യമായ ആളുകൾക്ക് മാന്യമായ ആളുകളുമായി ബന്ധപ്പെടുന്നു, മാന്യമായ ഇടപെടൽ നടക്കുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാകും. അതൊരു വിഷയമൊന്നുമല്ല. എന്തായാലും ജനകീയ പോലീസാണ്, യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. ധാരാളം മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. കേരള പോലീസ് ശ്രദ്ധിക്കാറില്ല, നോക്കാറില്ല. പോലീസ് രംഗത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ, അതോ മോശമാണോ പോലീസിന്റെ പെരുമാറ്റം ജനങ്ങളോട്? പെരുമാറ്റത്തിന് മാറ്റമുണ്ട്, എന്നാലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ കുറേ ഉണ്ടാവാറുണ്ട്. നമ്മൾ FBയിൽ സോഷ്യൽ മീഡിയസിലൊക്കെ കാണാറുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഈ ഒരു 10 വർഷത്തിനിടെ കാര്യങ്ങൾ നോക്കുമ്പോഴേ കുറേ ഉന്നതന്മാരെ, അതായത് ദിലീപിൻ്റെ കേസാണെങ്കിലും മോൻസൺ മാവുങ്കൽ, അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളെ ജയിലിലടയ്ക്കാനൊക്കെ പോലീസ് ഇടപെട്ടിട്ടുണ്ട്. എന്നാലും പോലീസിനെ സ്വതന്ത്രമായിട്ട് വിട്ടു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ഇടപെടുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകൾ അവരുടെ മേത്ത് ഉണ്ടാകാറുണ്ട്. ശരി. പോലീസ് കേരള പോലീസിന് പെരുമാറ്റത്തിൽ ഒരുപാട് മോശം പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ട്, നല്ല പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ പോലീസുകാരെയും ഒരുമിച്ച് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ചില മോശം പോലീസുകാരുണ്ട്, അതൊക്കെ നമ്മളിപ്പോൾ മീഡിയ വഴി വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. അതൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരണം. നല്ല മാറ്റങ്ങളെന്ന് പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ട്. നർക്കോട്ടിക്കിൽ നന്നായിട്ട് കഞ്ചാവായാലും MDMA ആയാലും നന്നായിട്ട് പിടിക്കുന്നുണ്ട് പോലീസ്. അത് മുമ്പത്തെ കാലത്തെക്കാളും ഇപ്രാവശ്യം ശരിക്ക് കുറ്റവാളികളെ പിടിക്കുന്നുണ്ട്. അത് നല്ലത് തന്നെയാണ്, സമൂഹത്തിന് നല്ലതല്ലേ. പോലീസ് സ്റ്റേഷനുകൾ ജനസൗഹൃദമായിട്ടുണ്ടോ, അതോ മോശമാണോ? ഇല്ല, കൃത്യമായിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് എന്ത് കാര്യങ്ങളും ചെന്ന് SI യുടെ അടുത്ത് ഡയറക്റ്റ് സർക്കിളിൻ്റെ അടുത്ത് നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. പിന്നെ ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ പേടി. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ഒരിക്കലും അങ്ങനെ പേടിച്ച് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ സ്റ്റേഷൻ പരിധി എന്ന് പറയുന്നത് നമ്മളെ ലൊക്കേറ്റിലുള്ള പോലീസ് സ്റ്റേഷൻ നമുക്ക് എപ്പോഴും കയറി ചെല്ലാം. അതിൽ അങ്ങനത്തെ വേറെ പേടിയൊന്നും വേണ്ട. നമുക്ക് ധൈര്യമായിട്ടും കയറി ചെല്ലാം. എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ വിളിച്ച് പറയാം, അല്ലെങ്കിൽ പേഴ്സണൽ നമ്പറിലെടുത്ത് അവരെ കോൺടാക്ട് ചെയ്യാം. പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഡയറക്റ്റ് ഒന്ന് പോലീസുകാരുടെ അടുത്ത് ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് അത് ഇപ്പോഴ് ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ അവർ റിസിപ്റ്റ് കൊടുക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പത്രത്തിലൊക്കെ വാർത്ത ഉണ്ടായിരുന്നു. പിന്നെ പൊതുവേ കേരള പോലീസ് വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ ചില പ്രശ്നങ്ങൾ സാധാരണ ഉള്ളതുപോലെ എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ വരുന്നുണ്ട്. അത് എവിടെയും അത് വരാനുള്ള സാധ്യത ഉണ്ട്. ടെൻഷൻ കൗണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പ്രശ്നങ്ങൾ ഇരുഭാഗത്തും ഉണ്ടാകും. പൊതുവേ മാറ്റങ്ങളുണ്ട്. കേരള പോലീസിന് വളരെ മാറ്റങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ പോലീസിനാണെങ്കിൽ ഇപ്പോൾ വനിതാ പ്രാതിനിധ്യമുണ്ട്. പിന്നെ ഇവർക്ക് വേറൊരു ഇതുണ്ടല്ലോ, അത് ഇത്താര് പേര് പറയില്ല, അത് അല്ല, അത് വേറെന്തോ ഒരു പേരുണ്ട്. അത് ഇത് അല്ല, മെയിൽ ഫിമെയിൽ അടുത്തതൊന്നുണ്ടല്ലോ, രണ്ടും ചേർന്നത്. അതെ, പിങ്ക് പോലീസല്ല, ഇപ്പോഴും പറഞ്ഞില്ലേ അത്. ട്രാൻസ്ജെൻഡറിന് ഇപ്പോഴേ പിന്നെ പോലീസിൽ അനുവാദം കൊടുക്കുന്നുണ്ട്. അത് കാരണം പോലീസ് സേനയിലിപ്പോൾ ഒരു ഈക്വാലിറ്റി സമൂഹപരമായി ഉണ്ട്.
പക്ഷെ അവരുടെ പ്രവർത്തനം പഴയ രീതിയിലുള്ള വലിയ ആക്ടിവേഷൻ ഇപ്പോഴില്ല. അപ്പോഴേക്കിനും ഈ മിങ്കിൾ ചെയ്ത് വരുന്നതുകൊണ്ട് അവർക്ക് ചെയ്യാവുന്നതിന് ഓരോ ലിമിറ്റേഷൻ ഉണ്ട്. അതിന് പ്രകാരം വലിയ പ്രശ്നമില്ലാതെ എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. പണ്ട് കേൾക്കുന്ന ഇടിമുറികൾ, ലോക്കപ്പുകൾ അങ്ങനെയൊക്കെ പഴയ കാലഘട്ടമല്ല. ഇന്നത്തെ കാലഘട്ടം മനുഷ്യർ മാറുന്നു, രാഷ്ട്രീയക്കാർ മാറുന്നു, അവരുടെ അഭിപ്രായങ്ങളിൽ വ്യത്യാസം വരുന്നു. അപ്പോൾ പോലീസ് എന്ന് പറഞ്ഞാൽ പോളിസി എന്നാണ് അർത്ഥം. പോളിസി ആണ് പോലീസാവുന്നത്. അപ്പോൾ ഒരു സർക്കാരിൻ്റെ പോളിസിയിലാണ് പോലീസ് വരുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും സർക്കാരിനെ ആസ്പദമാക്കി പോലീസും വരും. ഈ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ പോലീസിന്റെ ഉണ്ട്. അതിപ്പോഴും തന്നെ പോലീസ് സ്റ്റേഷനിൽ തന്നെ അത് DGP ലെവൽ മുതൽ അവർ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലോ ആൻഡ് ഓർഡർ ഒന്ന്, അടുത്തത് പിന്നെ ക്രൈം ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെ 2 വിഭാഗമാണ് ഇത് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതിപ്പം പോലീസിൻ്റെ എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട്. സെൻട്രൽ പോലീസിലും ഉണ്ട്, സ്റ്റേറ്റ് പോലീസിലും ഇതേ സിസ്റ്റമുണ്ട്. അത് കാരണം ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഓവറോളായിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ചോദിക്കാൻ വന്നത് കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ പോലീസ് മെച്ചപ്പെട്ടിട്ടുണ്ടോ? കുറ്റകൃത്യങ്ങൾ അവരാൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം മനുഷ്യൻ്റെ ബുദ്ധിയും വളരുന്നുണ്ട്. ഈ കമ്പ്യൂട്ടറും ഈ മൊബൈലും അറിവുകളൊക്കെ വരുന്ന മനുഷ്യൻ്റെ ബുദ്ധി വളരും. ഇവരെ കൊണ്ട് സാധിക്കുന്നുണ്ട്, ഇല്ലാത്തത് സാധിക്കുന്നുമില്ല. താങ്ക് യു. പോലീസിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല അതൊന്നുമില്ല. ഇല്ല ഒരു മാറ്റവും ഇല്ല. ഇല്ല. ചീത്തയാണോ മോശം പെരുമാറ്റമാണോ പോലീസിന്റെ ഭാഗത്തുനിന്ന്? നല്ലതുമില്ല മോശമല്ല. മോശം എന്ന് പറയാനും പറ്റില്ല, നല്ലതാണെന്ന് ഒട്ടും പറയാൻ പറ്റില്ല. ഇല്ല. എന്തുകൊണ്ടാണ് അവരെ പെരുമാറ്റവും അവരെ ഇപ്പം ജനങ്ങളെ ഒരു ഇതാക്കേണ്ടതാണ് അവർ തന്നെ ഇപ്പം രാഷ്ട്രീയപരമായിട്ടാണ് അവർ കളിക്കുന്നത്. അത് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഏത് രാഷ്ട്രീയമാണോ അവർ പറയുമ്പോൾ അവർക്ക് കേൾക്കാനും പറ്റുള്ളൂ. സ്ത്രീകളോടൊക്കെ മോശം പെരുമാറ്റമാണെന്നാണ് തോന്നുന്നത്. അത് എനിക്കങ്ങനെ അറിയില്ല. അങ്ങനെയാണ് ചില സമയത്ത് ഒരുമാതിരി ചെപ്പി അതെല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ പോകുമ്പം തന്നെ പാടാ പോടാ ഇടാ അതെല്ലാം മോശം. അങ്ങനെയാണോ വിളിക്കുന്നത്? ആ അല്ല, കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്, അല്ലാതെ കണ്ടുപിടിക്കുന്നുണ്ട്. കുറ്റകൃത്യം അവർക്ക് കണ്ടുപിടിച്ചാലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇന്നലെ തന്നെ മണിയമ്പിള്ള രാജുവിൻ്റെ കണ്ടില്ലേ? അതുപോലെ തന്നെയാണല്ലോ. അവർ വല്ലവരാ. ഇപ്പോൾ ഒരു പാവപ്പെട്ടവരാണെങ്കിൽ അപ്പം പിടിച്ചില്ലേ വണ്ടി, അപ്പം വെള്ളടിച്ചവനാന്ന് പറഞ്ഞില്ലേ? ഇത് ഒരു ദിവസം പിന്നിട്ടില്ലേ? തെറ്റാര ഭാഗത്തും ആയിക്കോട്ടെ, അപ്പം പിടിക്കണം ആ വണ്ടി. അതാണ് പാവപ്പെട്ടവൻ പണക്കാരെന്നില്ല. ഏത് പോലീസായാലും ശരി, ഭരണാധികാരി ശരി. പക്ഷെ അതൊരിക്കലും നന്നാവില്ല, ഉണ്ടാവും ചെയ്യില്ല. ആ ഒരു ഭരണം വരില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഈ 63 വയസ്സിലിടയ്ക്ക് എനിക്ക് തോന്നിയൊരു ഇതാണ്. ഇവരെന്നെ മാറി മാറി ഭരിക്കും, ഇതേപോലെ നടക്കും. ഇനിയിപ്പോൾ അപ്പുറം അവർ വരുമ്പോൾ ഇതേപോലെ തന്നെ അവിടെയും നടക്കും. പക്ഷെ ഒരു 3ാം മുന്നണി വരണം എന്നൊരാഗ്രഹമുണ്ട്. അതാഗ്രഹം തോന്നുന്നു. എന്തൊക്കെയാ തോന്നുന്നേ? എന്തെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും അതൊക്കെ ഇപ്പം കേൾക്കുന്നു. പിന്നെ അടിയൊക്കെ കുറവുണ്ട്. മറ്റെല്ലാവരും എടുത്തിട്ട് അടിക്കുമല്ലോ. അതിനകത്തൊക്കെ മാറ്റമുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷൻ കയറി ചെന്ന് പരാതിയൊക്കെ പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തി. ഓക്കെ. പിന്നെ പോലീസ് സ്റ്റേഷനൊക്കെ സൗഹാർദ്ദപരമായിട്ട് മാറി. ഒരുപാട് മാറ്റമുണ്ട്. അതുപോലെ മുൻപൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റവാളിയെ കണ്ടുപിടിക്കണമെങ്കിലൊക്കെ മാസങ്ങൾ നീണ്ട അന്വേഷണം, അതിനൊടുവിൽ ഇപ്പം വളരെ പെട്ടെന്ന് അത് നടന്നു വരികയാണ്. അതാണ് നമുക്കുള്ള പോലീസിനപ്പം മാറ്റമുണ്ട്. 10 വർഷം മാറ്റമുണ്ട്, ഒരുപാട് മാറ്റമുണ്ട്. ശരി. ഒന്ന് ചോദിച്ചോട്ടെ. അപ്പം ഒന്ന് ക്യാമറയിലോട്ട് നോക്കാം. പോലീസിന് 10 വർഷം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ, എന്തെങ്കിലും മാറ്റങ്ങൾ? പോലീസിൽ നല്ല മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ജനമൈത്രിയായിട്ട് ജനങ്ങളുമായിട്ട് നല്ല സമ്പർക്കത്തിലാണ്. ജനങ്ങളുമായിട്ട് നല്ല ഇടപഴകി നല്ല കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ കുറ്റവാളികളെ പെട്ടെന്ന് പിടിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്കിപ്പം ഈ ഒരു 10 വർഷത്തിനിടെ ഒരുപാട് പ്രമുഖന്മാരെ പോലീസ് പിടികൂടിയിട്ടില്ലേ? അത് നല്ലതാണ്. അങ്ങനെ ആയിരിക്കണം പോലീസ് എപ്പോഴും. നമ്മൾ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണം. അതായിരിക്കണം പോലീസ്. അല്ലാതെ സ്വാധീനത്തിൻ്റെ പുറത്ത് ആരെയും വെറുതെ വിടാൻ പാടില്ല. കുറ്റവാളികൾ എപ്പോഴും ശിക്ഷിക്കപ്പെടണം. അതിന് മുഖം നോക്കാതെ തന്നെയാണ് പോലീസ് ഇടപെടേണ്ടത്. ഈ 10 വർഷത്തിനിടയിൽ അങ്ങനെ പോലീസ് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. ശരി, താങ്ക് യു. പോലീസിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. ഈ 10 വർഷത്തെ ഭരണത്തിന് കീഴിൽ കേരള പോലീസിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഒരുപാട് മാറ്റമുണ്ട്. എന്തൊക്കെയാ?
ഇപ്പോൾ നമുക്ക് സുരക്ഷിതയാണ്, എവിടെ ഇറങ്ങാനും എന്തിനും പോകാനും വരാനും ഒക്കെ നല്ല സുരക്ഷിതയാണ്. മറ്റേതെന്ന് വെച്ചാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പം നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ഇറങ്ങി നടക്കാം എന്നുള്ള. രാത്രിയിലൊക്കെ ആണെങ്കിലും ഓക്കെ, രാത്രിയെല്ലാം നല്ല സേഫാണ്. എന്തുണ്ടെങ്കിലും ഇടപെടാനും ഒക്കെ പോലീസുകാർ നമുക്ക് സപ്പോർട്ട് ചെയ്യും. പരാതിയൊക്കെ വന്നാൽ കംപ്ലൈന്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാനൊക്കെ പെട്ടെന്ന് എല്ലാത്തിനും പെട്ടെന്ന് നമുക്ക് അതിനുള്ള നടപടി എടുക്കും. നമുക്ക് എന്തുണ്ടെങ്കിലും അവർ പെട്ടെന്ന് വരുന്നുണ്ട്, നമുക്ക് അതിനുള്ള നടപടി എടുക്കുന്നുണ്ട്. സ്ത്രീകൾക്കും ധൈര്യമായിട്ട് കയറി ചെല്ലാം. തീർച്ചയായിട്ടും.